കിട്ടിയല്ലോ, തലക്കന്നെ കിട്ടിയല്ലോ. പണി പണി. വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മളിപ്പോ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിപ്പ് പാർട്ടി മൂവിയാണ്. അപ്പൊ ഇന്റർവെൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഒരു ചെറിയൊരു എന്താ പറയാ മാറ്റം വരുന്ന ആ ഒരു കർണ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഫുള്ളൊരു ചേഞ്ച്. ഫുള്ള് താടിയും കട്ടത്താടിയും കട്ട മീശയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കലിപ്പ് മോഡിലാണ് ആളുള്ളത്. ശരിക്കും നടന്ന ആ ഒരു നോർമൽ ആ ഒരു ലുക്ക് തന്നെ കലിപ്പിലോട്ട് മാറുകയും ചെയ്തു. അതിന്റെ അകത്തുനിന്നാണ് പിന്നീട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുകയും ചെയ്ത്. നേരെ കാണാം. റെഡി? ಕಾಲೇಜ್ ಎಲೆಕ್ಷನ್ಸ್ ಅಲ್ಲಿ ಈ ಸಾರಿ ಲಾಸ್ಟ್ ಬೆಂಚ್ ಪಾರ್ಟಿ ಗೆದ್ದಿದೆ. ಗಂಟೆಗೆ ಕರ್ಣ ನಮ್ಮ ಕಾಲೇಜಿನ ಪ್ರೆಸಿಡೆಂಟ್ ಆಗಿ ಪ್ರಮಾಣ ವಿದ್ಯಾರ್ಥಿನಿಯರೇ, ವೇದಿಕೆಯ ಮೇಲೆ ಕುಳಿತಿರ್ತಕ್ಕಂತ ಗಣ್ಯರೇ, ಯಾರಲ್ಲಿ ಪ್ಲೀಸ್ ಸಮಾಧಾನ, ಸೈಲೆನ್ಸ್. ನಿಮ್ಮ ಹತ್ರನು ಬರ್ತೀನಿ. ಪ್ರಾಕ್ಟೀಸ್ ಮೈಕ್ ಟೆಸ್ಟಿಂಗ್. ಇವತ್ತಿನ ಇಲ್ಲಿ ಕಿಕ್ಕಿಳಿದು ಜನ ಸಾಗರ ಏನ್ ಸೇರಿದೀವಿ, ಈ ಬೆಳಿಗ್ಗೆ ಅಮೃತ ಗಳಿಗೆ ಇನ್ನೇನು ಬರ್ತಾ ಇದೆ. 9:30 ಎಲ್ಲ ಕಾರಣ. ದಯವಿಟ್ಟು ಕಾರ್ಯಕರ್ತರು ಯಾರು ತಾಳ್ಮೆ ಕಳ್ಕೋಬಾರ್ದು. ಅಧ್ಯಕ್ಷರು ಬರ್ತಾ ಇದ್ದಾರೆ. പ്രാക്ടീസ് ആണ്. 9:30 കുറെ നേരത്തെ രാവിലെ വന്ന് ജനസാഗരമാകെ. ആളെ ഫുള്ള് ഇതന്നെ പറയും, ബുള്ളറ്റ് കൂടി ആയപ്പോ ನಮ್ಮ ಅಚ್ಚುಮೆಚ್ಚಿನ ಯುವ ನಾಯಕ, ಬಡವರ ಬಂಧು, ಪರಿಸರ ಪ್ರೇಮಿ ಕರ್ಣ. ಎಲ್ರಿ ಕರ್ಣ ಇನ್ನೇನು ಬರ್ತಾ ಇದ್ದಾರೆ. മാസ് എൻട്രിക്ക് വേണ്ടിട്ടാണ്. ഇല്ല, ബ്ലോക്ക് ചെയ്തു. ഇന്ന് മറ്റേതാണ്, അതായത് കോളേജിന്റെ ഇതായിട്ട് സ്ഥാനം വെക്കാൻ. പണി പണി പണി. ಥ್ಯಾಂಕ್ಸ್ ಫಾರ್ ಆಫರ್, ಬಟ್ ನೆಕ್ಸ್ಟ್ ಟೈಮ್. ಎನಿವೇಸ್, ಆಲ್ ದಿ ಬೆಸ್ಟ್. ಚೆನ್ನಾಗಿ ക്രിക്കറ്റ് ആടപ്പെടുത്തിയ ബോൾ എടുത്തിരുന്ന ಮಹಾಭಾರತ ಕಾಲದಿಂದನೂ ಕರ್ಣನಿಗೆ ಮೋಸ ಮಾಡಿ ಹೊಡೆಯೋದೇ ಜಾಸ್ತಿ. On a second thought, match on. Toss. Oh. I won the toss and I choose to bat first. ರೋಚಕ ಬಂದ ಗೇಮ್ ನೋಡಿ. ಎದುರಾಳಿ ಕಡೆಯಿಂದ ಕಮೆಂಟ್ರಿ. ಆ ತೊಂದರೆಗಳೊಂದಿಗೆ ದಾಂಡಿಗಟ್ಟ ಖಾತೆ ಶುರು. You don't mind? ಅಗಲವಾದ ಸ್ಟಾರ್ಸ್ ಅದಕ್ಕೆ ಒಂದು ರನ್ ಉಚಿತ. ಅಲ್ಲಿಗೆ ಒಂದು ಸ್ಫೋಟಕವಾದ ಹೊಡೆತ. ಯಾರು ರನ್ನ ಸೇರ್ಪಡೆ ಕನ್ನಡ ಮೊತ್ತ 10. ಸರಿ, 11. ಆಗದೊಂದು ಬಾಲ್ ನೋಡಿ ಲೆಕ್ಕ ಮಾಡಿ. ಕನ್ನಡದ ಮೊತ್ತ 11. ഒന്ന് രണ്ടുപേരും ഇപ്പുറത്ത് വന്ന അടികൊള്ളണ്ടിരിക്കും. ಕಾರಣ ಎಲ್ಲ ಕ್ಷೇತ್ರ ಆಕ್ರಮಣಕಾರಿ ಆಟಕ್ಕೆ ಸ್ಫೂರ್ತಿ. ಆಟ ಎದುರಾಳಿ ತಂಡದ ನಾಯಕ ಲಾಂಗ್ ಒನ್ ಗಳಿಗೆ ಕರೆಂಟ್ ಸ್ಕೋರ್ 34. ಕರೆಂಟ್ ಸ್ಕೋರ್ ಸ್ಟಂಪಿಂಗ್ ಯತ್ನ ವಿಫಲ. സെക്കൻഡ് വേറൊരു പടം പോലില്ലേ? സെക്കൻഡ് ഹാഫ് വേറെ പടം. 42. ಎದುರಾಳಿ ತಂಡದಿಂದ ರಕ್ಷಣಾ ನಾಯಕನ ನೀರಸ
അങ്ങനെയായിരിക്കും അവിടെ എൻട്രി കൊടുക്കാൻ പോണല്ലോ. ಅತ್ಯುತ್ತಮವಾದ ಜಿಗಿತ ಕ್ಷೇತ್ರರಕ್ಷಣಾ ಓಟ ಸ್ಥಗಿತ. അവിടെ മലയാളം കമന്ററി പോലെ കന്നഡ ತಂಡದ ಮೊತ್ತ 46. ಯಾಕಪ್ಪ ಡ್ರಿಂಕ್ಸ್ ಬೇಕು. കണക്ഷൻ. ಗಡಿಪಾರಾದ ಚೆಂಡು ಇದರೊಂದಿಗೆ ದಾಂಡಿಗರ ಅರ್ಧಶತಕ ಸಂಪೂರ್ಣ. ಪ್ರೇಕ್ಷಕರಲ್ಲಿ ಉತ್ಸಾಹ. ഓ 52 54 കൗണ്ടിങ് സ്കോർ പോലെ കൗണ്ട് ചെയ്യുന്നു. 4 ಮಕ್ಕ ತಂಡಕ್ಕೆ ಎದುರಾಳಿ ಹೊಂಡಕ್ಕೆ. ഓ ഭയങ്കര റോ അത്. ഭയങ്കര റോ. ചിലതൊക്കെ നല്ല റോ ആണ്. ದಾಂಡಿಗ ಕ್ಷೇತ್ರರಕ್ಷಕರ ಮೇಲೆ ಭಾರಿ ಒತ್ತಡ. 3. കിട്ടിയല്ലോ, തലക്കന കിട്ടിയല്ലോ. പണി പണി പണി. ಏಕಗತಿಯಲ್ಲಿ ಏರುಪೇರು, ತಲೆಗೆ ಪೆಟ್ಟು ಬಿದ್ದ ಕಾರಣ ಶತಕ ವಂಚಿತ ದಾಂಡಿಗ ಗಾಯಗೊಂಡು ನಿವೃತ್ತಿ. ഇവര് വരുന്ന ഓടി ഓടി. സംയുക്തയുടെ ക്യാരക്ടർ ഭയങ്കര കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അല്ലേ? ഒരു ഡിഫറെന്റ് ക്യാരക്ടർ. ഒരു സിറ്റുവേഷൻ അഗൈൻ അല്ലേ? അതായത് നമ്മളത് പ്രത്യേകിച്ച് അത്ര സീരിയസ് സിറ്റുവേഷൻ ആവുമെന്ന് വിചാരിച്ചില്ല. ഒരു കോമഡി രീതിയിലാണ് പോയത്. പ്രത്യേകിച്ച് ഫൈറ്റ് അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ എന്ന് വെച്ചാൽ അതൊരു സീരിയസിലേക്ക് പോകുന്ന പോലെ കാണിക്കുന്നത്. എഗെയിൻ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് ആരായിരിക്കും ശരിക്കും ചെയ്യിച്ചത്? ഓപ്പോസിറ്റ് ആളാണോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആ പ്രശ്നത്തിന്റെ തന്നെ അല്ലെ? ഓൾറെഡി ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ പ്രതികാരം പോലെ ഉണ്ട് കാണുന്ന സമയത്ത്. അതായത് കോളേജിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതായത് കുറച്ചും കൂടി ഒരു ഡോസ് കൂട്ടിയിട്ട് കാണിച്ചിരിക്കുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ പടം കംപ്ലീറ്റ്ലി ഒരു ക്യാമ്പസ് മൂവിയാണ്. കാരണം സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇപ്പൊ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കോളേജിന്റെ ഒരു ആംബിയൻസ് എങ്ങനെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഫസ്റ്റ് ഇയറിന്റെ കഥ പറയുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ സീനിയറും ജൂനിയറും എല്ലാം കൂടി മിക്സ് ചെയ്താ പറയുന്നത്. പക്ഷെ എല്ലാത്തിലും ആ ഒരു ക്യാമ്പസ് പശ്ചാത്തലം കംപ്ലീറ്റ്ലി ഉണ്ട് അല്ലെ? മൊത്തം അതാണ്. അതായത് ആ ഒരു മൂവി എന്ന് പറയുന്ന ഫ്രം ബിഗിനിങ് നമ്മൾക്ക് വേറെ ഒരു ലൊക്കേഷനും കാണിക്കുന്നില്ല. ഫുള്ള് ക്യാമ്പസിൽ തന്നെയാണ്. ഇപ്പൊ ക്ലാസ് റൂം ആണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും എല്ലായിടത്തും അവിടെ ക്യാമ്പസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇലക്ഷൻസ് ആകുമ്പോൾ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഭയങ്കര ഒരു ഷെയ്ഡ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മളെ കുറച്ചുകൂടി അതായത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടർ അല്ല സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ആ ഷെയ്ഡിങ്ങളെ മാറ്റമൊക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടി ആള് മെച്ചുവേർഡ് ആയി ഭയങ്കരമായിട്ട്. കുറച്ചും കൂടിയും ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി സീരിയസ് ആയിട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആ ഒരു അടി തന്നെ ഫസ്റ്റ് ഒഴിവാക്കിയത് കണ്ടില്ലായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകണം അപ്പൊ കളിച്ചോന്നുള്ള രീതിയിൽ അത് വിട്ടതായിരുന്നു. പിന്നീടാണ് ആ ഒരു ബോൾ അറിഞ്ഞപ്പോഴാണ് ആൾക്ക് ദേഷ്യം കയറിയത്. പക്ഷെ പിന്നെ എന്താവും നെക്സ്റ്റ് ഒന്നും അറിയില്ല. പക്ഷെ സംയുക്തയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചൊരു ടോം ബോയ് ക്യാരക്ടർ പോലെയാണുള്ളത്. ഒരു എന്താ പറയാ ഭയങ്കര എപ്പോഴും ചാടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും സാൻവിയുടെ ക്യാരക്ടറിൽ നിന്ന് എൻ്റർലി ഡിഫറെന്റ് ആണ് ഇവിടെ. പക്ഷെ അവിടെ കർമ്മയും ഡിഫറെന്റ് ആയി. അവിടെയാണ് പറയുന്നത്. അത് കർമ്മ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയ സമയത്ത് ഇവിടെ കുറച്ചും കൂടി അഗെയിൻ ചൈൽഡിഷ് ക്യാരക്ടറിലോട്ടാണ് പോണത്. അത് അവിടെ മെച്ചുവേർഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും അവർ ട്രൈ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. എന്തായാലും ശരിക്കും ആ ഒരു ത്രില്ലും മൊമെന്റിൽ തന്നെയാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാൻ എന്താ വരാൻ പോകുന്നുള്ള അത്രേ ഉള്ളൂ.